ഉത്തരമില്ലാതെ നീളുന്ന ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അതിനിർണായക യോഗം അല്പസമയത്തിനകം സോണിയാഗാന്ധിയുടെ വസതിയിൽ ആരംഭിക്കും. മുൻ KPCC അധ്യക്ഷന്മാരും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും യോഗത്തിൽ പങ്കെടുക്കും. ഹൈക്കമാൻഡ് യോഗത്തിന് മുൻപായി ഡൽഹിയിൽ തിരക്കിട്ട ഗ്രൂപ്പ് യോഗം നടന്നു. കോൺഗ്രസിൽ അസാധാരണ സാഹചര്യമെന്ന് MM ഹസൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും MM ഹസൻ പറഞ്ഞു. എന്നാൽ ഘടകകക്ഷികൾക്ക് അഭിപ്രായം പറയാമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നു. സ്വാഭാവികമായിട്ട് ആ നേതാവ് മുഖ്യമന്ത്രിയായി വരിക. ആ മുഖ്യമന്ത്രി ആര് എന്നതിനെക്കുറിച്ച് അഭിപ്രായം ഘടകകക്ഷികളുടെ ഒരാൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ എന്തുകൊണ്ടാണ് പറഞ്ഞുകൂടായിക? അത് പരസ്യമായി പറയണോ വേണ്ടോ എന്നുള്ളത് അവരാ തീരുമാനിക്കേണ്ടത്. അവിടെ അപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി ഐക്യമുന്നണി ഗവൺമെന്റ് അല്ലേ, ഏകകക്ഷി ഭരണമല്ലല്ലോ. ഏകകക്ഷി ഭരണമാണെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിനകത്ത് മുഖ്യമന്ത്രി ആരാകണം എന്നതിനെക്കുറിച്ച് അവരുടേതായ നിലപാടുകളുണ്ടാകാം. അതൊക്കെ പറയേണ്ടടുത്ത് പറഞ്ഞോട്ടെ. ആരും പണ്ടും പറഞ്ഞിട്ടുണ്ടാകാം, ഇപ്പോഴും പറയുന്നുണ്ട്. അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അസാധാരണമായ നടപടികൾ വരുമല്ലോ. ഹൈക്കമാൻഡിനെ എല്ലാവരെയും വിളിക്കാം, സംസാരിക്കാം. അതിൻ്റെ ഭാഗമായി മുൻ പ്രസിഡന്റന്മാരായ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ വന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ്സാണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിച്ചാൽ പറയാം. അവരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു. ഘടകകക്ഷികളല്ലല്ലോ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ശരത്ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ലാൽ, ഇത് യോഗം തുടങ്ങിയോ? എങ്ങനെയാണ് ഈ യോഗത്തിന്റെ നടപടിക്രമങ്ങൾ? ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണോ ഈ വിളിപ്പിച്ചവരെയൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ കൂട്ടമായിട്ടാണോ കാണുന്നത്? എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? പിന്നീട് അതുമാത്രവുമല്ല, എന്തായാലും MLA-മാരുടെ തലയെണ്ണി മാത്രം ഒരു തീരുമാനത്തിൽ എടുക്കുന്ന നിലയിലേക്കല്ല കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇവരെ കൂടെ കേൾക്കാൻ തീരുമാനിക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഒരു പ്രശ്നം, വളരെ അസാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ് MM ഹസൻ പറഞ്ഞതുപോലെ. മറ്റൊന്ന് ഘടകകക്ഷികളുടെ കാര്യമാണ്. ആ ഘടകകക്ഷികളെ കേൾക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ വലിയ വിജയത്തിൽ തിരഞ്ഞെടുക്കുന്നത് UDF-ന്റെ മുഖ്യമന്ത്രിയാണല്ലോ, അല്ലാതെ കോൺഗ്രസിൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ല. അത്തരമൊരു കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഘടകകക്ഷികളെ കൂടി കേൾക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറാകുമോ? അവരുടെ അഭിപ്രായങ്ങൾ തേടാൻ ഇനി മറ്റൊരു ദിവസമോ അല്ലെങ്കിൽ ഈ ദിവസത്തിൽ മറ്റേതെങ്കിലും സമയമോ തിരഞ്ഞെടുക്കുമോ? എന്തൊക്കെയാണ് ഇതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ശ്യാംലി, 11:30 മണിക്കാണ് യോഗം. അരമണിക്കൂർ വൈകിയിരിക്കുന്നു. 11 മണിക്കാണ് യോഗം തുടങ്ങുന്നത്. 11 മണി 10-ാം നമ്പർ ജനപഥിലെ ഡൽഹിയിലുള്ള എല്ലാവരെയും, എല്ലാ KPCC മുൻ ഭാരവാഹികളും പ്രത്യേകം ചർച്ചയ്ക്ക് വേണ്ട നേതാക്കളും അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. കേരള ഹൗസിൽ ഷാഫി പറമ്പിലും അതുപോലെ K സുധാകരനും K മുരളീധരനും ഒഴിച്ചുള്ള എല്ലാവരും കേരള ഹൗസിലാണ്. K മുരളീധരൻ കേരള ഹൗസിലേക്ക് വരുമെന്ന് പറഞ്ഞാലും ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും നേതാക്കൾക്കിടയിലുള്ള ഒരു കൺഫ്യൂഷൻ അത് ഹൈക്കമാൻഡിലേക്കുണ്ട്. ഹൈക്കമാൻഡിലുള്ള കൺഫ്യൂഷൻ നേതാക്കളിലേക്കും പടരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും അപ്പോൾ നമുക്കറിയുന്നത് ഇപ്പോൾ നേതാക്കൾ ഇപ്പോൾ ഇറങ്ങുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ അല്പസമയം കൊണ്ട് 11:30ക്കാണ് മീറ്റിംഗ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ നേതാക്കൾ ഇപ്പോൾ കേരള ഹൗസിൽ നിന്ന് ഇറങ്ങും. അവർ ഇപ്പം 2 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്, AP അനിൽകുമാറും അതുപോലെ തന്നെ VC വിഷ്ണുനാഥും. ഈ സാഹചര്യം അവർ കൂടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്ന് വിഷ്ണുനാഥിൻ്റെ, അതായത് 101 AP അനിൽകുമാറിൻ്റെ 101 റൂമിൽ നിന്ന് യോഗം ചേർന്ന് ആ യോഗത്തിലേക്ക് തിരുവഞ്ചൂരും കൂടി വന്നിരിക്കുന്നു. ആ യോഗം കഴിഞ്ഞ് അവരിപ്പോൾ 10-ാം നമ്പർ ജനവിലേക്ക് ഇപ്പോൾ ഇറങ്ങും കേരള ഹൗസിൽ നിന്ന്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒറ്റക്കാണോ അതോ കൂട്ടായിട്ടാണോ കാണുന്നത് എന്നുള്ളതാണ്. ദീപാദാസ് മുൻഷി നേതാക്കളെ അറിയിച്ചിരിക്കുന്നത് കൂട്ടായിട്ടല്ല, ഒറ്റയ്ക്ക് പണ്ട് ആണ് രാഹുൽ ഗാന്ധിയായിട്ട് കാണുന്നത്. ആ രീതിയിൽ 10 മിനിറ്റ് നേരം ഒരാൾക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് 10-ാം നമ്പർ ജനപഥിൽ നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇവർ ഖാർഗെയെ കാണുമോ? ഖാർഗെ വൈകിട്ട് മാത്രം, മല്ലികാർജ്ജുന ഖാർഗെ വൈകിട്ട് മാത്രമേ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുനെ കണ്ട ശേഷം, ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷം ഇവർ മല്ലികാർജ്ജുന ഖാർഗെയുമായി കാണുമോ എന്ന കാര്യത്തിൽ ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴുള്ള നിലവിൽ രാഹുൽ ഗാന്ധിയായിട്ട് ആണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടക്കുന്നത്. അതിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം ഇത്, ഇപ്പോൾ നമുക്ക് നേതാക്കൾ ഇറങ്ങുകയാണ്. എല്ലാം കണ്ടു പറഞ്ഞ് നിങ്ങളോടെല്ലാം ഇൻഡിവിജ്വലായിട്ട്
പൂർത്തിയായെന്ന് പറഞ്ഞതാണ്, വീണ്ടും ഈ ചാപ്റ്റർ ഓപ്പൺ ചെയ്ത് അതല്ല, പാർട്ടിക്ക് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ നേതൃത്വം പ്രധാനപ്പെട്ട മുൻ KPC പ്രസിഡന്റുമാരെ എല്ലാം കാണാൻ ആഗ്രഹിച്ചു. അതിനോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരെന്ന നിലയിൽ ഞങ്ങളെയും ഇവിടെ വരണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോവുകയാണ്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്ക് അവർ UDF നൽകിയ വിജയത്തിന് അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വളരെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും. കോൺഗ്രസ് ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പ്രതിസന്ധികൾ ഇതിപ്പോൾ പ്രതിസന്ധിയല്ല, നല്ല വിജയമാണ് ഉണ്ടായത്. തീരുമാനം എടുക്കാനുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗ് എന്നാണ് ഞാൻ അല്ല, പാർട്ടി തീരുമാനം എടുക്കാൻ പോവില്ല. ഞങ്ങൾ പറയുന്നത് ശരിയല്ല. തീരുമാനമാവാത്തത് കൊണ്ടാണ് നേരത്തെ 3 നേതാക്കൾ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാർട്ടി നേതൃത്വം എന്ത് തീരുമാനിച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് ജനാധിപത്യ രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായം, പാർട്ടിയിലെ നേതാക്കളുടെ അതല്ലാത്തവരുടെ ഒക്കെ അഭിപ്രായം ഹൈക്കമാൻഡ് എടുക്കും. സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇതേ സമയം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളമാണ്. അപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം. എല്ലാ വിഭാഗം നേതാക്കളുമായിട്ട് അവർ ആലോചിക്കുക, അവരത് അഭിപ്രായം തേടും. അതിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. 8-9 ദിവസം മുമ്പുണ്ടായിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ബഹളത്തിനപ്പുറത്ത് ഹൈക്കമാൻഡിന് അറിയാൻ കൃത്യമായ ഉചിതമായ സമയത്ത് എനിക്കറിയില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. കോൺഗ്രസ് നേതൃത്വം ശക്തമായ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കും. ബാക്കിയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളത്തിനപ്പുറത്ത് ഏത് നിങ്ങൾക്കറിയാലോ, മുമ്പൊക്കെ തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ ബഹളം വെക്കാറുണ്ട്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് പറയും. അതുപോലെ ഇതും നല്ല തീരുമാനം എടുക്കും. അല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ബഹളം എന്നാണ് ഇപ്പോൾ അനിൽകുമാർ പറയുന്നത്. അത് നിങ്ങളുടെ അണികളോടും കൂടി അതൊന്ന് പറയണം. കാരണം അവർ തെരുവിലാകെ ബഹളം വെക്കുകയാണ്. തെരുവിൽ മാത്രമല്ല, അതുമാത്രവുമല്ല, അവർ സമൂഹ മാധ്യമങ്ങളിലടക്കം അവരവരുടെ നേതാക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, ഫ്ലെക്സുകൾ ഉയർത്തുന്നു, പോസ്റ്ററുകൾ അടിക്കുന്നു. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും ഇതുപോലെയുള്ള കാർഡുകളൊക്കെ ചെയ്തുകൊണ്ട് അവരവരുടെ നേതാക്കൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അവർ വലിയ തോതിൽ ബഹളം വയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല, വലിയ വിജയം നേടിയ, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA-മാർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ കൂടിയുണ്ട്. കോഴിക്കോട് തന്നെ 2 സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. KM അഭിജിത്തിനെതിരെയും സൂരജിനെതിരെയും ഒക്കെ ആളുകൾ നിന്നുകൊണ്ട് ആരെ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിൽ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യമാണ്. ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. ഇതൊന്നും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ബഹളമല്ല. ആ അതൃപ്തിയൊക്കെ പരസ്യമാകുമ്പോൾ തീർച്ചയായും വാർത്തകളായി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇവർ ഓർത്താൽ നന്നത്. പിന്നെ അതുമാത്രമല്ല, ഇത്രയും അണികൾ മാത്രമല്ല, വോട്ട് ചെയ്ത ആബാലവൃദ്ധം ജനങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം വോട്ടെണ്ണി ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞു. ഭരണപ്രതിസന്ധി പോലും രൂപപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജനങ്ങളെ ഇങ്ങനെ അവമതിക്കരുത്. അവർ ജനഹിതമാണ് നിങ്ങൾക്ക് നൽകിയത്. അത് വലിയ വിജയമാണ്. അതിനെ ഇത്രയധികം വില കുറച്ച് കാണരുത് എന്ന് മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ ജനങ്ങളും ആലോചിക്കുന്നുണ്ടാവുക. ശരത് ലാൽ അവിടെ നിന്നും തുടരുന്നുണ്ട്. ശരത്ത്, അപ്പോൾ യോഗം തുടങ്ങാനായി ഏറെക്കുറെ. നേതാക്കളൊക്കെ അങ്ങോട്ട് എത്തുകയാണല്ലോ. ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഘടകകക്ഷികളെ കൂടെ കേൾക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റൊന്ന്, ഈ പൊതുവികാരം, ജനവികാരം, നേരത്തെ പ്രിയങ്ക ഗാന്ധിക്കൊക്കെ മെയിൽ അയക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നുവല്ലോ. ഇവിടെ നിന്ന് വലിയ ആർക്കാണ് പിന്തുണ എന്നറിയിച്ചുകൊണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണനയിൽ വരുമോ? ഇതൊക്കെ നിലവിൽ ഹൈക്കമാൻഡിലേക്ക് കൈമാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവർ കൂടി ഉൾപ്പെടുന്നതാണ് ഹൈക്കമാൻഡ്. അതൊരു വസ്തുതയാണ്. എങ്കിൽ പോലും ഇതൊക്കെ പരിഗണിക്കുന്നുണ്ടോ? ശ്യാമിലി, അതുതന്നെയാണ് കാരണം. ഇപ്പോൾ ഈ യോഗത്തിലേക്ക് ഇപ്പോൾ കേരള ഹൗസിൽ നിന്ന് പുറപ്പെട്ട പിന്നെ AP അനിൽകുമാർ ആയാലും ശരി, വിഷ്ണുനാഥ് ആയാലും ശരി, അതല്ല KM ഹസനായാലും തിരുവഞ്ചൂരായാലും ശരി, അവർക്കൊക്കെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് പ്രഖ്യാപനം വേണമെന്ന് തന്നെയുള്ളതാണ്. എന്നാൽ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സമയം വൈകി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് സ്വയം ആശ്വസിക്കുന്ന നേതാക്കളെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും നേതാക്കളുടെയിലും വളരെ വലിയ ആശങ്കയുണ്ട്.
എന്താണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം? ഏതായാലും തങ്ങളെ വീണ്ടും കേൾക്കാൻ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചില്ല ഒരു സന്തോഷം അവരിൽ പലർക്കുമുണ്ട്. അതായത് പക്ഷേ അവർ പറയുന്നത് ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പുകിലാണ്, അല്ലെ മാധ്യമങ്ങളാണ് ഈ ജനകീയ രോഷമൊക്കെ ഉയർത്താൻ കാരണം. അങ്ങനെയൊരു ഗ്രൗണ്ടിൽ അങ്ങനെയൊരു സംഭവമില്ല. ഈ രീതിയിലുള്ള സ്വയം ന്യായീകരണവും ഈ നേതാക്കൾ നടത്തുന്നുണ്ട്. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയത്. കാരണം വയനാട്ടിൽ കൂടി MP ആയ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ മീറ്റിങ്ങുകളിലോ കഴിഞ്ഞ യോഗത്തിലോ കഴിഞ്ഞ നിർണായ യോഗത്തിലോ പങ്കെടുത്തിരുന്നില്ല. അതിനുശേഷം മുസ്ലിം ലീഗ് പ്രിയങ്ക ഗാന്ധിയോട് വളരെ വ്യക്തമായി തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തങ്ങളുടെ ആവശ്യങ്ങളും തങ്ങളുടെ മുഖ്യമന്ത്രി UDFന്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയില്ല. അതുകൊണ്ട് തന്നെ UDFന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ തങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട്. തങ്ങൾ ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന ആശങ്ക പ്രിയങ്ക ഗാന്ധിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നലെ 11 മണിക്ക് പ്രിയങ്കയും രാഹുലും സോണിയ ഗാന്ധിയും കൂടി ഒരു ചർച്ച നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചർച്ചകൾക്ക് വേണ്ടി ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇത് MLA-മാരുടെ തലയെണ്ണി മാത്രം എടുക്കുന്ന തീരുമാനമല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനകീയ അഭിപ്രായം ഘടകകക്ഷി അഭിപ്രായം പരിഗണനയ്ക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനകീയ അഭിപ്രായം എന്ന നിലക്ക് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ KPCC മുൻ അധ്യക്ഷന്മാരെ ആ ജനങ്ങൾ എന്ന് വെച്ചാൽ പാർട്ടിയാണ്. അതുകൊണ്ട് ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം നമുക്ക് പറയാം. ഷംലി, ഒരു കാര്യം കൂടി ഇതിൽ വളരെ വ്യക്തമുണ്ട്. കാരണം ലീഗിന് ഘടകകക്ഷി അഭിപ്രായം പറഞ്ഞ കാര്യത്തിൽ കോൺഗ്രസ് 2 അഭിപ്രായമുണ്ട്. തിരുവഞ്ചൂരാണെങ്കിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയുന്നതിൽ തെറ്റല്ല. കാരണം കോൺഗ്രസിൻ്റെ ഒറ്റക്കുള്ള ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ UDF ഘടകകക്ഷികൾക്ക് തങ്ങളുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിപ്രായം പറയാം. എന്നാൽ MMS പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതാവിനെ തീരുമാനിക്കേണ്ടത് ലീഗോ മറ്റ് ഘടകകക്ഷികളോ അല്ല എന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് രണ്ട് എതിർ ഗ്രൂപ്പുകൾ. അല്ലാതെ VD സതീശിനെ അനുകൂലിക്കുന്നവർ ലീഗിൻ്റെ അഭിപ്രായം വേണമെന്ന് പറയുമ്പോൾ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ കോൺഗ്രസിൻ്റെ തീരുമാനം കോൺഗ്രസ് എടുക്കണമെന്ന് പറയുന്നു. ഈ വ്യത്യാസം ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഏതായാലും ഇന്ന് 11 മണിക്ക് യോഗം ഒറ്റക്കൊറ്റക്ക് ഉള്ള യോഗമാണ് എന്നാണ് ഇതുവരെ നേതാക്കൾ കരുതുന്നത്. അതുമാത്രമല്ല അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയ ശേഷം വൈകിട്ട് മല്ലികാർജ്ജുന ഖാർഗെ വരും. 10 രാജാജിമാർഗിൽ ഇനി അടുത്ത ചർച്ചയുണ്ടാകുമോ എന്നത് ഈ ചർച്ച കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അത്തരമൊരു ചർച്ചയുള്ള കാര്യം ഇതുവരെ ദീപദാസ് മുൻഷി ഈ നേതാക്കളെ ഒന്നും അറിയിച്ചിട്ടില്ല. ഏതായാലും K മുരളീധരൻ ഇപ്പോൾ നേരിട്ട് തന്നെ 10 നമ്പർ ജനപഥത്തിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഷാംലി, ഏതായാലും നിർണായകമായ ചർച്ചകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ തവണയെങ്കിലും ഇരുട്ട് തപ്പാതെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ആരായിരിക്കുമെന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് ഈ ചർച്ചയിലെങ്കിലും പറയുമെന്ന് നമ്മൾ ആശ്വസിക്കാം. ഷാംലി. ശരി, ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. ശരത്ത്, എന്തായാലും ഇതൊരു സന്നിഗ്ധ ഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഈ ചർച്ചകൾ ഇങ്ങനെ നീളുന്നതിൽ വലിയ അതൃപ്തിയാണ് ജനങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത്. ശരത്ത്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇന്ന് അവിടെ കാണാൻ പോയിരിക്കുന്ന, അതായത് ക്ഷണിക്കപ്പെട്ട് അവിടെ എത്തിയിരിക്കുന്നവരുടെ മനസ്സിലിരിപ്പ് ഏതാണ്ട് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം ഇവർ ആരുടെ പേര് പറയുന്നു എന്നുള്ളതാണല്ലോ. അതിൽ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഇപ്പോൾ നമ്മൾ പ്രതികരണം ലഭ്യമായ 2 പേരും സ്വാഭാവികമായും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയാണല്ലോ ഉള്ളത്. കാരണം അവരൊക്കെ അവരുടെ ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ വരുന്നത് KC വേണുഗോപാലിൻ്റെ അപ്പോയിൻമെൻറ്റ്, അവർ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഇവരൊക്കെ അപ്പോയിൻറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ K മുരളീധരനെ പോലുള്ളവർ VD സതീശിനൊപ്പമാണ്. MLA-മാരുടെ തല മാത്രം എണ്ണിയല്ല, ഘടകകക്ഷികളെയും അടക്കം കേൾക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും VD സതീശിനൊപ്പമാണ് അദ്ദേഹമൊക്കെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് മാത്രമായിരിക്കുമോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം ഇവരെ കൂടെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണോ, മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയാണോ ഈ കൂടിക്കാഴ്ചയുടെ ഒരു ലക്ഷ്യമെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് പറയാൻ പറ്റുമോ? നേരത്തെ തന്നെ തിരുവഞ്ചൂരാണെന്ന് തോന്നുന്നു പറഞ്ഞത്, വേവുവോളം കാത്തു കഴിഞ്ഞാൽ 6 ഓളം നിന്നൂടെ എന്നുള്ളത്. അപ്പോൾ ഈ 6 തണിക്കാനാണോ നിലവിൽ കാത്തിരിക്കുന്നത്? ഇങ്ങനെ ഈ കലുഷിതമായ സാഹചര്യം ഒന്ന് തണുക്കട്ടെ എന്ന് നോക്കി അത് തണുപ്പിക്കുവാൻ വേണ്ടി ഈ നേതാക്കളോട് ചർച്ചകൾ നടത്തുന്നു എന്ന നിലയ്ക്കാണോ ഉള്ളത്? ഫാമിലി അതല്ല ഇതിലെ പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതിൽ കേരളത്തിൽ നിന്നുള്ള എം പിയാണ്. രാഹുൽ ഗാന്ധി MP ആയിരുന്നു, പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ MP ആണ്. 10 നമ്പർ ജനപഥന് കോൺഗ്രസിൻ്റെ 1ാം ഫാമിലിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചർച്ചകൾ വളരെ വലിയ രീതിയിൽ തന്നെ നടത്തിയത് തന്നെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അടിച്ചേൽപ്പിക്കുക
അടിച്ചേൽപ്പിക്കരുത് എന്ന് കരുതിയാണ്. അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് പാർട്ടി യോഗം കഴിഞ്ഞ ഹൈക്കമാൻഡിന്റെ തീരുമാനം അടിച്ചേൽപ്പിക്കാമായിരുന്നു. ആ തരത്തിൽ അങ്ങനെ അടിച്ചേൽപ്പിച്ചാൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ പല സർവേകളും പല ഏജൻസി വഴിയും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇമെയിലായിട്ടും ഫേസ്ബുക്കായിട്ടും സോഷ്യൽ അല്ലാത്ത രീതിയിൽ തന്നെ സ്വന്തം നിരീക്ഷകരെ വെച്ച് എന്താണ് അവിടെ നടക്കുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. വിവിധ സോഴ്സുകളിൽ നിന്ന് ഇത് അറിയാനുള്ള സംവിധാനവും കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതൊക്കെ കാണുമ്പോഴാണ്, ഇതൊക്കെ കണ്ട ശേഷമാണ് ഇത്തരമൊരു കൂടുതൽ ആൾക്കാരെ വിളിച്ചു വരുത്തിയൊരു ചർച്ച എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നേരത്തെ ഫാമിലി പറഞ്ഞ പോലെ തന്നെ വന്ന ആൾക്കാർ ആർക്ക് വേണ്ടി പറയുന്നു എന്നുള്ള കാര്യം അറിയാം. അത് ഒരിക്കൽ കൂടി നേരത്തെ പറഞ്ഞതുമാണ് നിരീക്ഷകർ. ഒരിക്കൽ കൂടി എന്താണ് രാഹുൽ ഗാന്ധി മനസ്സിലുള്ളത്, രാഹുൽ ഗാന്ധിയുടെ മനസ്സ് അല്ലെങ്കിൽ അറിയാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് രാഹുൽ ഗാന്ധി അറിയാനുള്ള സാഹചര്യം, ഇത് രണ്ടാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. അത് 2 മണിയോടുകൂടി നമുക്കതിൻ്റെ എന്തായിരുന്നു അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഏകദേശ ധാരണ കിട്ടും. അതിനു മുമ്പേ നമുക്ക് ഒരു കാര്യങ്ങൾ എന്ത് രാഹുൽ ഗാന്ധി പറയും എന്ന് നമുക്ക് നേരത്തെ പറയാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിക്ക് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇവരെ വിളിപ്പിച്ചത്, അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് രാഹുൽ ഗാന്ധി മുമ്പിൽ തുറക്കുകയാണോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ശ്യാമിലി, ശരി, ആര് മനസ്സ് തുറന്നാലും വേണ്ടില്ല, ഒന്ന് മുഖ്യമന്ത്രി ആയാൽ മതി എന്നുള്ള ചിന്തയാണ് നിലവിൽ ഭൂരിഭാഗം ജനങ്ങൾക്കുമുള്ളത്.